കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ദിവസവേതനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് കൈയിട്ടുവാര ആശുപത്രി അധികൃതർ. ടാക്സ് ആണ് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതെന്ന വിചിത്രവാദമാണ് ആശുപത്രി സൂപ്രണ്ട് ഉന്നയിക്കുന്നത്. മാസത്തിൽ 2 തവണയായി ശമ്പളം കൊടുത്തുകൊണ്ട് ദിവസവേതനക്കാരുടെ വയറ്റത്തടിക്കുകയാണ് അധികൃതർ. പകുതിയാകാറായിട്ടും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ദിവസവേതനക്കാരിൽ പലർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ശമ്പളത്തിൽ നിന്ന് ആശുപത്രി അധികൃതർ ടാക്സിന്റെ പേര് പറഞ്ഞ പണം പിടിക്കുന്നുണ്ടെന്ന ഗുരുതര ആരോപണവും ഉയരുകയാണ്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ സെക്യൂരിറ്റി, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി ദിവസവേതനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ആശുപത്രി അധികൃതർ പിടിക്കുകയാണെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ഗവൺമെന്റിലേക്കുള്ള ടാക്സ് ആണ് ശമ്പളത്തിൽ നിന്ന് ഈടാക്കുന്നതെന്ന വിചിത്ര ന്യായമാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. മാത്രമല്ല, മാസം പകുതിയാകാറായിട്ടും ദിവസവേതനക്കാരിൽ പലർക്കും ഇപ്പോഴും ശമ്പളം ലഭിച്ചിട്ടില്ല. എല്ലാ വർഷവും ഇപ്പൊ ഇങ്ങനെ ടാക്സ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ സാലറിയിൽ ടാക്സ് പിടിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ നിന്ന് 1000-ന് മേല് പിടിച്ചിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതലുള്ളവരോടെല്ലാം പിടിക്കണമെന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും ചോദിക്കുമ്പോൾ 6 മാസത്തിൽ എല്ലാവരുടെയും കയ്യിൽ നിന്നും ഇത് പിടിക്കണം എന്നാണ് പറയുന്നത്. അവര് തുച്ഛമായ വേതനയുള്ളൂ. നമുക്കൊക്കെ മാസത്തില് 750 രൂപ, എല്ലാവർക്കും ഏകദേശം ആ ഇതിലാണ് 750 രൂപ. അതിൽ നിന്നാണ് ഇവർ ടാക്സ് പിടിക്കുന്നത്. തന്നെയല്ല, സാലറി ഇവർക്കുള്ളത് നേരത്തെ പോലും പ്രശ്നമില്ല. ഇത് തരുന്നത് 12-13 പകുതി സാലറിയാണ് തരുന്നത്. അത് ഇത്രയും ദിവസമായിട്ടും സാലറി കയറിയിട്ടില്ല. ചോദിക്കുമ്പോൾ നമുക്ക് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. ആശുപത്രിയിലെ ദിവസവേതനക്കാരിൽ പലർക്കും ലഭിക്കുന്നത് തുച്ഛമായ ശമ്പളം. ആ ശമ്പളം പോലും ലഭിക്കുന്നത് മാസത്തിൽ 2 തവണയായി. അതിൽ നിന്നാണ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുക ആശുപത്രി അധികൃതർ പിടിക്കുന്നത്. ഇത്രയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആശുപത്രിയിലെ ദിവസവേതനക്കാരിൽ പലരും പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം പ്രതികരിക്കുന്നവർക്ക് ജോലി ഉണ്ടാവില്ല. അതാണ് അവരുടെ മുൻകാല അനുഭവങ്ങൾ. ശമ്പളം വൈകാൻ കാരണം ഫണ്ടില്ലാത്തത് കൊണ്ടാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ന്യായീകരണം. ജനം, കോഴിക്കോട്.